വിലക്ക് ലംഘിച്ച് TN പ്രതാപനായി വീണ്ടും ചുവരെഴുത്ത്. തൃശൂർ എളവള്ളിയിലാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വെങ്കിടങ്ങ് സെന്ററിൽ എഴുതിയ ചുവരെഴുത്ത് TN പ്രതാപൻ ഇടപെട്ട് തന്നെ മായ്പിച്ചിരുന്നു. എളവള്ളിയിലെ ചുമരെഴുത്തും മായ്പിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. പ്രവർത്തകർ ആവേശത്തിന്റെ പുറത്ത് ചെയ്തതാണെന്ന് കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി പറഞ്ഞു. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, വീണ്ടും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെടുന്നു. പ്രതാപൻ തടഞ്ഞിട്ടും ഇത് യാദൃച്ഛികമാണോ? വേണു, പ്രതാപൻ മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് അടക്കം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുമരെഴുതരുത് എന്ന് ശക്തമായ നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വീണ്ടും തൃശ്ശൂരിൽ പ്രതാപന് വേണ്ടി ഈ ചുമരെഴുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയുന്നതുമല്ല. കൃത്യമായ നേതൃത്വത്തിന്റെ ഇടപെടൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ വെങ്കിടങ്ങ് സെന്ററിൽ ചുമരെഴുതിയപ്പോൾ തന്നെ TN പ്രതാപൻ ഇടപെട്ടുകൊണ്ട് ആ ചുമരെഴുത്ത് മായ്പിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവും ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ചുമരെഴുതരുത് എന്നൊരു നിർദ്ദേശവുമായി രംഗത്തെത്തിയത്. പക്ഷേ അന്ന് തന്നെ നമ്മൾ ഈ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് വെങ്കിടങ്ങ് ഈ ചുമരെഴുത്ത് മായ്ച്ചതുകൊണ്ട് മാത്രമാകുന്നില്ല, വരും ദിവസങ്ങളിലും ചുമരെഴുതുമെന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ തന്നെ അന്ന് അനൌദ്യോഗികമായി നമ്മളോട് വ്യക്തമാക്കിയതാണ്. ഇത് പ്രതീക്ഷിച്ചിരുന്നതുമാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഇത്തരത്തിൽ എളവള്ളിയിലും ചുമരെഴുതിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കളോട് നമ്മൾ വിശദീകരണം തേടിയിരുന്നു. എളവള്ളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള CJ സ്റ്റാലിനി വ്യക്തമാക്കിയത് ഇത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ ചുമരെഴുത്തിന് പിന്നിൽ എന്നുള്ളതാണ്. അവർ ഒരു ആവേശത്തിന്റെ പുറത്ത് എഴുതിയതാണ്. ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, അതായത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി ഈ ചുമരെഴുത്ത് മായ്ക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ചുമരെഴുത്ത് മായ്ക്കാനുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുന്നു. പക്ഷേ എന്നാൽ പോലും ഇത് ഒറ്റപ്പെട്ട സംഭവമെന്ന് കാണാൻ കഴിയില്ല. TN പ്രതാപന് വേണ്ടി ജില്ലയിൽ വീണ്ടും ചുമരെഴുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നു. അതിന് പിന്നിൽ കൃത്യമായ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടെന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടതുണ്ട്. വേണു, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.